എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ എനിക്ക് എന്തോ ഒരു മടി പിടിച്ചൊരു ദിവസമാണ്. മടി എന്ന് പറഞ്ഞാൽ പണിയെടുക്കുവാനുള്ള മടിയല്ല, എന്തോ ശരീരം ഒരു പറ്റാത്തൊരവസ്ഥ. കുറച്ച് ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആയിരിക്കും. എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷെ ചില ദിവസം ഉഷാറോടങ്ങ് ഇതാവും, എല്ലാം അങ്ങ് എടുക്കും. മടിച്ചിരുന്നിട്ടും കാര്യമില്ല, ക്ഷീണമായിട്ടിരുന്നിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ ഇരട്ടിപ്പണി നമ്മൾ നാളെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് പറ്റൂലെങ്കിലും ചെയ്യേണ്ട പണിയെല്ലാം ചെയ്യുക തന്നെ. പിന്നെ ഈ പെണ്ണുങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വിശ്രമം ഇല്ലല്ലോ. തീരെ ഒട്ടും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുകയെന്നല്ലാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണ്ടേ. ഇന്ന് ഞാൻ രാവിലെ ചായക്കൊന്നും വിചാരിച്ച പോലെ ഒന്നും ആക്കിയിട്ടില്ല. ഒറ്റൊരു കുറ്റി മാത്രം പൊട്ടിയിട്ട് കറിയൊന്നും വെക്കാണ്ട് അങ്ങനെ ചായ കുടിച്ചതാണ്. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇന്ന് മോനും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് വിചാരിച്ച് 1 കിലോ കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പുഴുങ്ങട്ടേന്ന്. അങ്ങനെ മോനെ പറഞ്ഞേച്ച് കപ്പ വാങ്ങി. അപ്പോഴത്തേക്കന്നെ സമയം 12 മണിയെല്ലാം ആയില്ലേ. പിന്നെ അത് ഞാനിതാ തോല് പോക്കുന്ന കപ്പ ഞാൻ എപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 3-4 വെള്ളത്തിൽ കഴുകും, എന്നിട്ടാണ് ഞാൻ തോല് പോക്കുക. അല്ലെങ്കിൽ ഈ മുറിച്ചിടുമ്പോൾ അതിൻ്റെ മുകളിൽ എപ്പോൾ ഇങ്ങനെ ചളി പറ്റിപ്പിടിക്കും. അന്നേരം നമുക്ക് കഴുകിയാലും വൃത്തിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ കപ്പയെല്ലാം മുറിച്ചിട്ട്, പിന്നെ ഇത് നമ്മൾ നീളത്തിൽ മുറിച്ചിടും. ചില ആൾ കപ്പ 4 ആക്കി ഇങ്ങനെ നടുവത്തിൽ മുറിച്ചിട്ടിട്ട് എന്നിട്ട് പിന്നെ നീളത്തിലെല്ലാം മുറിച്ചിടും. ഓരോരുത്തരും ഓരോരോ ഇല്ലാന്ന് കപ്പ വേവിക്കുകയും മുറിക്കുകയും പുഴുങ്ങുകയും എല്ലാം ചെയ്യാം. ഞാൻ ഇതാ പിന്നെ ഇങ്ങനെ എല്ലാം തോല് പോക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് കൊത്തിയിട്ടിട്ടാണ് ഇതാക്കുന്നത്. കൊത്തി ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുമ്പോൾ എന്താ വെച്ചാൽ ഏത് ചുവയ്ക്കുന്ന കപ്പയും ചുവ കുറേ പോകുമെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ ആദ്യം അമ്മമ്മ പറഞ്ഞിട്ട് അതൊരു ഇങ്ങനെ എപ്പം പഠിപ്പിച്ചു തരുന്നതാണ്. കപ്പ ഇങ്ങനെ മുറിക്കണം, മറ്റു മുറിക്കരുത്, എന്നാൽ ചുവയ്ക്കൂല. കപ്പ ചുവയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കപ്പ നമ്മൾ കുഴിച്ചിടുന്ന സ്ഥലത്ത് കപ്പ പൊടിച്ച് വരുമ്പോൾ ഈ മുള്ളുണ്ടല്ലോ, ഈ മയങ്ങി തൊട്ടാവാടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ കപ്പേൻ്റെ മിരട്ട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കപ്പ ചുവയ്ക്കുമെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനത്തെ എടുക്കുന്ന പൊരിച്ചെടുക്കുന്ന കപ്പക്ക് നല്ല ചുവ ഉണ്ടാവുമെന്ന് എന്താ പറയണ്ടേ, ആദ്യത്തെ ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമ്മളങ്ങ് വിശ്വസിച്ച് ഇതാ കപ്പ വേണ്ട, ഇങ്ങനെയാണ് മുറിച്ചിടേണ്ടത്. ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കപ്പ ചുവയ്ക്കൂല എന്ന് പറയുന്നേക്കാം. ഇനി അങ്ങനെ ഈ കപ്പ അങ്ങനത്തെ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നോക്ക്. ഞാനിതാ കപ്പയെല്ലാം മുറിച്ചിട്ട് കഴുകി എടുത്ത് കുക്കറിൽ വെച്ചിട്ട് ഒറ്റൊരു വിസിലാകുന്ന വരുത്തിക്കുക. കുഞ്ഞ് കുക്കറും 1 കിലോ കപ്പ കൊള്ളുന്ന ഒരു കുക്കറാണ്. ആ കുക്കറിൽ നിറച്ചുകൊണ്ട് കല്ലുപ്പിട്ടിട്ടാണ് ഞാൻ കപ്പ എപ്പോഴും വേവിക്കുക. അത് പച്ചക്കപ്പ വെക്കുമ്പോൾ തന്നെ ഉപ്പ് അതിൻ്റെ അകത്തേക്ക് വെള്ളത്തിലങ്ങ് ഇട്ടേക്കും. അപ്പോൾ എന്തായാലും അധികമൊന്നും ആവില്ല, ഒരു കുറച്ച് ഉപ്പങ്ങ് ഇടുക. എന്നിട്ട് നല്ലോണം വെന്തതിന് ശേഷം കപ്പ ഊറ്റുക. നല്ലോണം ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ കപ്പ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ചിലത് അപ്പടി ചളി പോലെയായിപ്പോൾ, ചിലത് നല്ലതായിട്ട് നമുക്ക് പൊടിക്കപ്പയായിട്ട് കിട്ടും. ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വിസിൽ വരുത്തിക്കട്ടെ. അപ്പോൾ മോനിത് അതിൻ്റെ കൂടെ അയിലയും വാങ്ങിയിട്ടുണ്ടേനു. എപ്പോൾ അയില എൻ്റെ അടുക്ക് ഉണ്ടാവുക എന്താ വെച്ചാൽ, അയില വാങ്ങുന്ന ഭാഗമായിട്ട് പോയിട്ട് വാങ്ങണം എന്തെങ്കിലും നല്ല മീനെല്ലാം കിട്ടണമെങ്കിൽ. ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല മീനൊന്നും ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടം അയിലയും മത്തിയാണ്. സ്രാവോ കൊഞ്ചനോ അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല. കൊഞ്ചനൊന്നും ആരും അങ്ങനെ കൂട്ടേയില്ല. അതുകൊണ്ട് കൊഞ്ചനെല്ലാം വലിയ പൈസയാണ്. ഇപ്പോൾ പാവങ്ങളെ മീനാണ് അയിലയും മത്തിയും. അപ്പോൾ എല്ലാം ഇപ്പോൾ അതേ വാങ്ങും. ഇതന്നെ ഈ മീൻ കണ്ടോ, ഇങ്ങനെ മുറിക്കുമ്പോൾ മുള്ളാണ് കിട്ടുന്നത്. നല്ല മീൻ കൂട്ടേണ്ട ഇത് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഈ മീനെ പിടിക്കുന്ന അറിഞ്ഞൂടാത്ത കാലത്തോളം ഐസിലിട്ട് മരയിപ്പിച്ച മീൻ കൂട്ടലേ നമുക്ക് ഗതിയുള്ളൂ. ഞാനിന്ന് മീനാക്കുന്ന കപ്പയ്ക്ക് മീൻ പുളിയും ഇട്ടിട്ട് വരട്ടിയെടുക്കുന്നതാണ്. അല്ലാണ്ട് പുളിയും മുളകോ അങ്ങനെ തക്കാളിയും പച്ചമുളകിലിട്ടിട്ട് പുളിയും മുളകോ അങ്ങനെ കുറേ ലൂസ് വെള്ളത്തിലോ അങ്ങനെയൊന്നും ആക്കി എടുക്കുന്നില്ല. പുളിയും ഇട്ട് വറ്റിച്ചെടുക്കുന്ന. അതും തീർത്തൊന്നുമില്ല, 3-4-5 കഷ്ണം മാത്രം. ബാക്കി ഞാൻ അയിലത്തല എടുത്തിട്ട് വേറെ തന്നെ പൊരിക്കും. അയിലത്തല പൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാവട്ടിന് കഷ്ണമൊന്നും വേണ്ട, തലയേ വേണ്ടു. അതുകൊണ്ട് മൂപ്പർക്കാന്ന തല തീർത്തും, കഷ്ണം ഞമ്മക്കുക. പിന്നെ എൻ്റെ ഇതാ കണ്ട കപ്പ ഒറ്റൊരു വിസിൽ വരുമ്പോഴത്തേക്കന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കുഴഞ്ഞ് ഉരുട്ടക്കട്ട പോലെ ആയിട്ടുണ്ട്. ഈ കപ്പയാണ് ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടം. മീനും എല്ലാം കൂട്ടി തിന്ന് ഇങ്ങനെയാണെന്നറിയും. ഞാൻ കാന്താരിയാണ് കാന്താരി പൊട്ടിച്ചിട്ടിട്ട് എപ്പോൾ കപ്പ ഇളക്കുമ്പോൾ എന്ത് വേണം, മരത്തിൻ്റെ കയ്യിൽ കൊണ്ടിട്ട് ഇളക്കണം. എനിക്ക് മരത്തിൻ്റെ കയ്യിലില്ല, എൻ്റെ പൊട്ടിപ്പോയി. ഇങ്ങനെ ഇളക്കിയായിട്ട് പൊട്ടിപ്പോയി. അപ്പം ഞാൻ സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി കപ്പക്കൊരു വറവ് കഴിക്കുമ്പോൾ ഗ്യാസ് മേലെ വറുത്തിടുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
എളുപ്പമുള്ളതാണ്, മറന്നു പോകും. അത് തീ കയറി പുക കയറി അങ്ങനെ വെളിച്ചെണ്ണ അങ്ങ് പോകും. അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അത് ചെറിയൊരു മറവീൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിതാ ഇത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് പിന്നെ ഇനി ചുവന്ന മുളക് ഇടണേനും അത് മറന്നുപോയി. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചുവന്ന മുളക് 2 മുറിച്ചിട്ടിട്ട് എന്നിട്ടാണ് കപ്പക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുക. കപ്പക്ക് ഈ വറവ് ഒഴിക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മണമായിരിക്കും. ഏത് കപ്പ തിന്നാത്ത ആൾക്കാരും കപ്പ തിന്ന് പോവും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മണമായിരിക്കും. കപ്പ, ചക്ക, ഇറശ്ശേരി ഇങ്ങനത്തേനെല്ലാം വറവിടുമ്പോൾ നമുക്ക് മൂക്ക് കുത്തുന്ന മണം വരും. നല്ല ഇതാ ഞാൻ കപ്പേൻ്റെ അകത്ത് വറവിട്ട് എന്നിട്ട് ആ വറുത്തിട്ട് എൻ്റെ അകത്ത് ഇത്തിരി കപ്പയും കൂടി ഇട്ട് നോക്കുമ്പോൾ സഞ്ചി എൻ്റെ ഒടിങ്ങ് പോകുന്നില്ല. ആ വറുത്തിട്ട് ചൂടല്ലേ സാധനം വെച്ച് പോയതുകൊണ്ട് അതും അങ്ങ് പോന്നിട്ടുണ്ട്. വറവിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്ന് ചേർത്ത് അടിപൊളിയായിട്ട് ചേർത്തെടുക്കണം. ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ കപ്പയായിട്ട് വന്നിട്ടുണ്ട്. അതാ മോൻ പറയുന്നത്. മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കപ്പ. പിന്നെ ഇതിൻ്റെ അകത്തല്ലേ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വെറും കപ്പ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാ പുളിയിട്ട് വറ്റിച്ചെടുത്ത അയിലയാണിത്. ഇതിൻ്റെ അകത്ത് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടതാണ്. എന്നിട്ട് പുളിയും ഒഴിച്ചിട്ട് ഞാൻ വറ്റിച്ചെടുത്ത അയിലയാണിത്. എന്നിട്ട് വെളിച്ചെണ്ണയും കുറച്ചും ഒഴിച്ച്, തോനെയൊന്നുമല്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിതാ മോന് പ്ലേറ്റിൽ കപ്പ എടുത്ത് കൊടുക്കട്ടെ. നല്ല ചൂട് കപ്പയും ഉരുട്ടക്കട്ട പോലത്തെ ആയിട്ടുണ്ട് കപ്പ. ചൂട് കപ്പയും മീനിൻ്റെ ചാറും കൂട്ടിയിട്ട് തിന്ന് കട്ടൻ ചായയും കൂട്ടിയിട്ട് അടിപൊളിയായിരിക്കും. കട്ടൻ ചായ വെച്ചിട്ടില്ല, എന്താ വെച്ചാൽ എപ്പോഴും ചായ കുടിക്കാറല്ലോ, അതുകൊണ്ട് വെള്ളം കുടിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ മോനിതാ കപ്പയും മീനും കൊടുത്തിട്ടുണ്ട്. ഞാനും കഴിക്കട്ടെ. എനിക്ക് ഈ പൊതുവിൽ കപ്പ ഉണ്ടാക്കോ ഇതാക്കോ എന്നല്ലാണ്ട് കപ്പ പൊതുവിൽ ഇഷ്ടമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക.